ഇപ്പോൾ വളർന്നിരിക്കുന്നു. ഇപ്രാവശ്യം അവൾക്ക് കടലിനടിയിലേക്ക് താഴ്ന്നു പോയൊരു ദ്വീപിനെ രക്ഷിക്കണമെന്ന ദൗത്യമാണ് കിട്ടിയിരിക്കുന്നത്. സ്റ്റോം ഗോഡായ നാലോ ആണ് ആ ദ്വീപിനെ കടലിനടിയിൽ താഴ്ത്തിക്കളഞ്ഞത്. അങ്ങനെ മൊവാനയും ടീമും മൗവിയോടൊപ്പം ആ ദ്വീപിനെ അന്വേഷിച്ചു വരുന്നു. ആ സ്ഥലം മുഴുവൻ കാർമേഘം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇടിയും മിന്നലുമുണ്ട്. നാലോ ആരെയും ആ ഭാഗത്തേക്ക് അടുപ്പിക്കാതെ ഇരിക്കാൻ ചെയ്തിരിക്കുന്നതാണത്. മൗവി തന്റെ ശക്തി ഉപയോഗിച്ച് അവന്റെ കൊളുത്ത് വെച്ച് ദ്വീപിനെ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നു. പക്ഷെ നാലോ മൗവിയുടെ ദേഹത്തേക്ക് മിന്നലടിപ്പിക്കുന്നു. മൗവി ശക്തിയെല്ലാം ചോർന്ന് ഒരു സാധാരണ മനുഷ്യനായി മാറി കടലിലേക്ക് വീഴുന്നു. മൗവിക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ മൊവാന താൻ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. അതിനായി അവൾ കടലിലേക്ക് ചാടി ആ ദ്വീപിന് നേരെ പോകുന്നു. അത് കണ്ട നാലോ അവൾക്ക് നേരെ മിന്നലയക്കുന്നു. അവൾ ആ ദ്വീപിനടുത്തേക്ക് വന്ന് അതിനെ തൊടാനായി കൈനീട്ടുന്നു. കാരണം മൊവാനെ തൊട്ടാൽ മാത്രമേ നാലോയുടെ ശാപം മാറി ആ ദ്വീപിനെ ഉയർത്താൻ പറ്റൂ. അവൾ ദ്വീപിനെ തൊട്ട നിമിഷം തന്നെ നാലോ അയച്ച മിന്നൽ അവളുടെ ദേഹത്ത് കൊള്ളുന്നു. നാലോയുടെ ശാപം മാറുകയും ചെയ്യുന്നു. മൊവാനയ്ക്ക് ബോധം നഷ്ടമാവുന്നു. മവി വന്ന് അവളെ ഉണർത്താൻ ശ്രമിക്കുമെങ്കിലും അവൾ ഉണരുന്നില്ല. അവൾ തങ്ങളെ വിട്ടുപിരിഞ്ഞെന്ന് മവി സങ്കടത്തോടെ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് അവളുടെ ഗ്രാമത്തിലെ തന്നെ മരിച്ചുപോയവരുടെ ആത്മാക്കൾ അവിടേക്ക് വരുന്നു. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നു.